കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം പാപ്പനംകോട്ട് സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായ 2 പേർ പിന്നീട് മരണത്തിന് കീഴടങ്ങി. മരിച്ചവരിൽ ഒരാൾ സ്ഥാപനത്തിലെ ജീവനക്കാരി പാപ്പനംകോട് സ്വദേശിനി വൈഷ്ണയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ മരിച്ച രണ്ടാമനെക്കുറിച്ച് യാതൊരു വിവരവും തുടക്കത്തിലുണ്ടായിരുന്നില്ല. സ്ഥാപനത്തിൽ വന്ന കസ്റ്റമറായിരിക്കുമെന്നാണ് ആദ്യം കരുതിയിരുന്നത്. പിന്നീടാണ് മരിച്ച രണ്ടാമത്തെ ആളെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത്. വൈഷ്ണയുടെ ആൺ സുഹൃത്ത് ബിനുവാണ് മരിച്ചത്. മാത്രമല്ല, അപകടത്തിൻ്റെ ദുരൂഹതയുടെ ചുരുളുമഴിഞ്ഞു. ബിനു മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ചെന്നാണ് പോലീസ് പറയുന്നത്. മരിച്ച ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരി വൈഷ്ണയുടെ ആദ്യ ഭർത്താവും ബിനുവും സുഹൃത്തുക്കളായിരുന്നു. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞ ശേഷം ബിനുവുമായി ഒരുമിച്ച് താമസിക്കുകയായിരുന്നു. 7 മാസമായി ബിനുവും വൈഷ്ണയും അകന്നു താമസിക്കുകയാണ്. 4 മാസം മുമ്പ് ഇതേ സ്ഥാപനത്തിൽ വെച്ച് ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. വൈഷ്ണയോടുള്ള അഭിപ്രായ ഭിന്നതയാണ് മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കാൻ കാരണമെന്നാണ് പോലീസിൻ്റെ നിഗമനം. ഫോറൻസിക് പരിശോധനയിൽ മണ്ണെണ്ണ കൊണ്ടുവന്ന കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. ബിനു വൈഷ്ണയെ കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്. വൈഷ്ണയ്ക്ക് കുത്തേറ്റതായും പോലീസ് സംശയിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കത്തി കണ്ടെത്തിയിരുന്നു. രണ്ടാമത്തെ മൃതദേഹം ബിനുവിൻ്റേതാണെന്ന് തെളിയിക്കാൻ DNA പരിശോധന നടത്തും. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് പാപ്പനംകോട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഇൻഷുറൻസ് സ്ഥാപനത്തിൽ നിന്ന് പൊട്ടിത്തെറി ശബ്ദത്തോടെ തീ ആളിപ്പടർന്നത്. 2ാം നിലയിലുള്ള സ്ഥാപനത്തിലേക്ക് കയറി തീ കെടുത്താൻ പോലും നാട്ടുകാർക്ക് കഴിഞ്ഞില്ല. ഫയർഫോഴ്സ് എത്തി തീയണച്ചപ്പോഴാണ് കത്തിക്കരിഞ്ഞ നിലയിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വൈഷ്ണയെ തിരിച്ചറിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ മൃതദേഹം ആരുടേതാണെന്ന് ആദ്യം വ്യക്തമായിരുന്നില്ല. ഷോർട്ട് സർക്യൂട്ടല്ല അപകട കാരണമെന്ന് പ്രാഥമികമായി മനസ്സിലാക്കിയ പോലീസ് വൈഷ്ണയുടെ സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് കുടുംബ പ്രശ്നങ്ങളുണ്ടെന്ന് വ്യക്തമായത്. ബിനു മുമ്പും ഈ സ്ഥാപനത്തിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കിയെന്നും പോലീസിന് വിവരം ലഭിച്ചു. അതോടെയാണ് അപകടത്തിൻ്റെ ദുരൂഹത മാറിയത്. ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്ന വൈഷ്ണയോടൊപ്പം 4 വർഷം മുമ്പാണ് പള്ളിച്ചൽ മൊട്ടമൂട് ചെമ്മണ്ണുകുഴി സ്വദേശിയായ ബിനുകുമാർ താമസം ആരംഭിച്ചത്. ബിനു ഉപദ്രവിക്കുന്ന പതിവായതോടെ ഇയാളുമായി അകന്നു കഴിയുകയായിരുന്നു. ഇത് സംബന്ധിച്ച് 6 മാസം മുമ്പ് നേമം പോലീസിൽ വൈഷ്ണ പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന സംശയത്തിൽ പോലീസ് വിശദ അന്വേഷണം ആരംഭിച്ചിരുന്നു. തീപിടുത്തത്തിന് മുമ്പ് ഓഫീസിൽ നിന്ന് ഉച്ചത്തിലുള്ള സംസാരം കേട്ടുവന്ന് കെട്ടിടത്തിന് സമീപത്തുണ്ടായിരുന്നയാൾ പോലീസിനെ അറിയിച്ചിരുന്നു. 2 നില കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസിനകത്താണ് തീപിടുത്തമുണ്ടായത്. ഓഫീസ് പൂർണ്ണമായും കത്തി നശിച്ച നിലയിലായിരുന്നു.